ഇതേപോലെയുള്ള ട്രെഞ്ചുകളാണ് കാട്ടാന പ്രതിരോധത്തിന് ഏറ്റവും അനുയോജ്യം. നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും ഈ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ പരിപാലനത്തിൽ വരുന്ന വീഴ്ചയാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. ഇവിടെയാണ് ഇടുക്കി ലെപ്പഗഡയിലെ ഒരു കൂട്ടം കർഷകർ സംസ്ഥാനത്തിന് മൊത്തം മാതൃകയാകുന്നത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് മുൻകാലങ്ങളിൽ മുതൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു. അതിന് ഫലപ്രദമായിട്ടൊരു കിടങ്ങ് ഒരു 45 വർഷം മുൻപ് ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അത് കാലപ്പഴക്കത്താൽ ഇത് ഇടിഞ്ഞു വീണും വെള്ളം കുത്തി ഒഴുകിയൊക്കെ ആയിട്ട് ട്രെഞ്ച് നാശമായി. അതിലൂടെ മുഴുവനും മൃഗങ്ങൾ കയറി ശല്യം ചെയ്യുമായിരുന്നു. 1980-ലാണ് പുതിയ പാലം പേഴുകണ്ടം നിവാസികൾ ജനകീയ കൂട്ടായ്മയിൽ ഈ ട്രെഞ്ച് നിർമ്മിക്കുന്നത്. പക്ഷെ പിന്നീട് പരിപാലനം ഉണ്ടായില്ല. ഇതോടെ ഈ ട്രെഞ്ച് പൂർണ്ണമായി നികന്നുപോയി. ഇതിനെ തുടർന്നാണ് കാട്ടുമൃഗങ്ങൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്താൻ തുടങ്ങിയത്. പഞ്ചായത്തിനെ സമീപിച്ചു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചു. പക്ഷേ അന്നേരം ആർക്കും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നോക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. നമുക്കപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ചു. യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ച് തന്നെ ഇത് ട്രെഞ്ച് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. വനം വകുപ്പുകാരെ അറിയിച്ചു. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അനുമതി തന്നത്, ട്രെഞ്ച് നവീകരണത്തിനുള്ള അനുമതി കിട്ടി. പിന്നെ അങ്ങ് തുടങ്ങുമായിരുന്നു. വനം വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ വാതിലുകൾ മുട്ടിയിട്ട് തുറക്കാതെ വന്നതോടെ ട്രെഞ്ച് നിർമ്മാണം നാട്ടുകാർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അതിനുള്ള ചിലവ് അവർ സ്വന്തം കയ്യിൽ നിന്ന് കണ്ടെത്തി. 11 ദിവസം കൊണ്ടാണ് ആ പഴയ ട്രെഞ്ച് ഇവിടെ നാട്ടുകാർ പുനർനിർമ്മിച്ചത്. കാട്ടുമൃഗങ്ങളുടെ പറമ്പിലേക്ക് ആന കയറി ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വളരെ സ്ഫുർതി മുട്ടിയപ്പോൾ കമ്മിറ്റി കൂടുകയും അതോടൊപ്പം തന്നെ ഈ ട്രെഞ്ച് സ്വയമേ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് കേരളത്തിനും ഇടുക്കി ജില്ലയ്ക്കും മാതൃകയാണ്. വിവിധങ്ങളായ ഏജൻസികളും മറ്റ് ആളുകളും ഈ പ്രോഗ്രാമിനെ വളരെ നല്ല രീതിയിൽ അന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. കിഴങ്ങ് കുഴിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കാട്ടാന ശല്യം സ്വല്പം കുറവുണ്ട്. എങ്കിലും ഈ കിഴങ്ങിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ കൂടെ ഇപ്പോഴും വന്ന് പോകാറുണ്ട്. അകത്തോട്ട് കയറുന്നില്ല. ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ തീരാനുണ്ട്. അത് കൂടെ തീർന്നാലേ ഞങ്ങളുടെ ഒരു ഭീതി മാറത്തുള്ളൂ. ട്രെഞ്ച് നിർമ്മാണം പൂർത്തിയായതോടെ വനം വകുപ്പും നാട്ടുകാരുടെ സഹായത്തിനെത്തി. 4 ലക്ഷം രൂപ ചെലവായപ്പോൾ 1,61,000 രൂപയാണ് നാട്ടുകാർക്ക് വനം വകുപ്പ് ട്രെഞ്ച് നിർമ്മാണത്തിൻ്റെ ഭാഗമായി അനുവദിച്ചിരിക്കുന്നത്. ഇവർക്ക് വരുന്ന ഈ ചിലവായതിൻ്റെ ഒരു തുക വനസംരക്ഷണ സമിതി, പാമ്പാടിക്കുഴി വനസംരക്ഷണ സമിതിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ഇവരുടെ ഈ ബെനിഫിഷ്യറിക്ക് അത് നമ്മൾ കൈമാറും. ഒരു 80,000 ഒരു 81,000 കൂടെ ചേർന്നിട്ട് 1,60,000 ഇങ്ങനെ 1000 രൂപയാണ് ഇവർക്ക് ഇപ്പോൾ നമ്മൾ തിരികെ കൊടുക്കാൻ പോകുന്നത്. വന്യജീവി ശല്യം നേരിടാനുള്ള ഉത്തരവാദിത്തം വനം വകുപ്പിനും സർക്കാരിന് മാത്രമാണെന്ന് കരുതി മാറി നിന്നാൽ ഒരിക്കലും പ്രശ്നപരിഹാരം ഉണ്ടാകില്ല. നാട്ടുകാരുടെ കൂട്ടായ്മയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.